നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ചേന്നമംഗലം സിനഗോഗ്, ചേന്നമംഗലം ജൂതപ്പള്ളി. ആ കാണുന്നതാണ് സിനഗോഗ്. നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള സർക്കാർ പുരാവസ്തു വകുപ്പ്, ചേന്നമംഗലം ജൂതപ്പള്ളി. മുസ്രിസിൽ നിന്ന് ചേന്നമംഗലത്തേക്ക്. മുസ്രിസ് ഉൾനാടുകളിലേക്ക് കുടിയേറിയ ജൂതരുടെ പഴക്കമേറിയ ആവാസ സ്ഥാനമാണ് നദിമുത്തുള്ള ചേന്നമംഗലം. വാണിജ്യത്തിലും കൃഷിയിലും ഇടവേർപ്പെട്ട ജൂതർ ഇതര സമൂഹങ്ങളുമായി സൗഹാർദ്ദത്തിൽ രാജകീയ പരിരക്ഷയോടെ ഇവിടെ ജീവിച്ചു. ചേന്നമംഗലം ജൂതരുടെ മുസ്ലിംസ് ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പുറത്ത് കാണുന്ന ശ്മശാന ശില. പോയിട്ട് വന്നോ? ഇത് ജ്യൂസിൻ്റെ ഗ്രന്ഥങ്ങളാണ്, പഴയ ഗ്രന്ഥങ്ങൾ എടുത്തു വച്ചിരിക്കുന്നത്. ഈ സിനഗോഗിൻ്റെ പഴയ പിക്ചറാണത്. സിനഗോഗിൻ്റെ മുകൾ നിലയിലാണ് ജൂതപാലന്മാർ ഹിബ്രു പഠനം നടത്തിയിരിക്കുന്നത്. സിനഗോഗിൻ്റെ മുകൾ നിലയിൽ നടത്തിയ ഹിബ്രു ഭാഷാ പഠനത്തിൻ്റെ പാഠപുസ്തകത്തിൻ്റെ പകർപ്പ്. ഇതാണ് ആ പകർപ്പ്. അവരെ എഡ്യൂക്കേഷനെ പറ്റി കൊടുത്തിരിക്കുന്നതാണ്. 1969 ഒരു ബിരുദധാരികൾ. ഹൈന്ദവരും യഹൂദരുമായ 4 പെൺസുഹൃത്തുക്കൾ. ഡോക്ടർ ഹൈബേ ഡിഫറ്റ് മെഡിക്കൽ കോളേജിലെ ഒരു നാടകത്തിൽ സോമൻ പള്ളിവാതിലിൻ്റെ പഠനകാല ഒരു ചിത്രം. സാമ്പത്ത്. ജൂതമത ജീവിതത്തിൽ ആഴ്ചവട്ടത്തിലുള്ള പുണ്യദിവസമാണ് സാമ്പത്ത്. വെള്ളിയാഴ്ച അസ്തമയം മുതൽ ശനിയാഴ്ച അസ്തമയം വരെയാണ് സാമ്പത്ത്. അധ്വാനങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് പ്രാർത്ഥനയും പഠനവും വിശ്രമവുമായി സാമ്പത്ത് ആചരിക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് ശനിയാഴ്ച രാവിലെയും പ്രത്യേക സമൂഹ പ്രാർത്ഥനകൾ പള്ളിയിലുണ്ടാകും. വീട്ടിൽ മേശയൊരുക്കി സാമ്പത്ത് ഭക്ഷണം അനുഷ്ഠാനപൂർവ്വം കഴിക്കുന്നു. വേലയിൽ നിന്ന് വിട്ടുനിൽക്കുക. സാമ്പത്ത് എന്ന ഹിബ്രു വാക്ക് വേലയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നാണ് അർത്ഥം. ജൂത അധിവാസ കേന്ദ്രങ്ങളിൽ സാമ്പത്ത് ദിനത്തിൽ എല്ലാം നിശ്ചലമായിരിക്കും. സാമ്പത്തിൽ ഫറൂഖ് സിനഗോഗിൻ്റെ മുമ്പിലുള്ള വഴി അടച്ചിടുന്ന പതിവുണ്ടായിരുന്നു. അവിടെ വഴിയടയ്ക്കാതിരുന്ന 2 തൂണുകൾ ഇപ്പോഴും കാണാം. ഇതാണ് ആ തൂണുകൾ. അപ്പം memory of the Chenamangalam Jewish community commemorated by the Association of Indian Jewish Israel. ഭക്ഷണകാര്യത്തിൽ ജൂതർക്ക് പ്രത്യേക ചിട്ടകളുണ്ട്. കോഷർ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഭക്ഷണ വസ്തുക്കൾ, ഭക്ഷണം പാചകം ചെയ്യുന്ന രീതി തുടങ്ങിയവയെല്ലാം നിയന്ത്രിക്കുന്ന
ഭക്ഷണച്ചിട്ടയാണിത്. ജൂത കേന്ദ്രങ്ങളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും കോഷർ പാലിക്കുന്ന ഭക്ഷണശാലകൾ ഇപ്പോൾ ഇക്കാര്യം പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭക്ഷണ വസ്തുക്കൾ വിൽക്കുന്നതും കോഷർ പാലിച്ചിട്ടുണ്ടോ എന്ന് മതാധികാരികളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. സാമ്പത്തിക ദിനത്തിലൊഴികെ ജൂതരുടെ ഭക്ഷണ രീതിയിൽ പൊതുവെ കേരളീയ രീതിയുമായി ഒത്തുപോകുന്നു. അരി തന്നെ മുഖ്യ ഭക്ഷണം. വിനാഗിരിയും വാളംപുളിയും ഭക്ഷണത്തിൽ ധാരാളം ഉപയോഗിച്ചു പോകുന്നു. എനിക്ക് തോന്നുന്നു ഇതൊരു ഹലാൽ ഫുഡ് മാതിരി തന്നെ. അനുഷ്ഠാന ഭക്ഷണം. സാമ്പത്തിക ഗോതമ്പ് ഉണ്ടാക്കുന്നു. അനുഷ്ഠാനപരമായി പാനം ചെയ്യാൻ പ്രത്യേക വീഞ്ഞും തയ്യാറാക്കും. സാമ്പത്തിൽ പാകം ചേർന്ന് അരിയും തേങ്ങയും ഉള്ളിയും ഇറച്ചിയും ചേർത്ത് തയ്യാറാക്കിയ കൂട്ടി ചൂടാറാത്ത അടുപ്പിൽ വെച്ച് ഉപയോഗിക്കുന്നു. അരിമാവിൽ നിന്ന് ഇറച്ചി നിറച്ച് പുഴുങ്ങിയെടുക്കുന്ന കുബ്ബ, മൈദയിൽ നിന്ന് നിറച്ച് എണ്ണയും പാസ്തയും ബേക്ക് ചെയ്തുണ്ടാക്കുന്ന തലപ്പം, അപ്പം എന്നിവയും സാമ്പത്തിക വിഭവങ്ങളിൽ ഉൾപ്പില്ലാതെ തയ്യാറാക്കുന്ന മസ എന്ന അപ്പം അനുഷ്ഠാനപരമായി മുഖ്യമുള്ളതാണ്. പെസഹ വീഞ്ഞും മുന്തിരി ഉപയോഗിച്ച് ഭരണിയിൽ പ്രദേശം ഉണ്ടാക്കി വന്നു. ജൂതരുടെ വീടുകൾ തിരിച്ചറിയാൻ ആലയ നിർമ്മാണ ശൈലി കൊണ്ട് കഴിയുമായിരുന്നില്ല. എന്നാൽ വീടിൻ്റെ മുന്നിൽ കൽവിളക്കും വാതിൽപ്പടിയിലുള്ള മസൂസയെ ഉപയോഗിക്കുന്നു. മുളയോ ലോഹമോ കൊണ്ടുണ്ടാക്കിയ മസൂസ പടിയിൽ ചേർപ്പിക്കുന്നു. അതിനുള്ളിൽ തോറയിൽ നിന്നുള്ള 2 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ടാകും. വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോഴും മടങ്ങി വരുമ്പോഴും മസൂസ ചുംബിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. ചില കേന്ദ്രങ്ങളിൽ ദാവീദിൻ്റെ നക്ഷത്ര അലങ്കാരമായി ഉപയോഗിച്ചു. മിക്ക ജൂത വീടുകളിലും ഇരുനിലകളുള്ളവയും വഴിയിലേക്ക് തുറക്കുന്നവയുമായിരുന്നു. താഴത്തെ നിലയിൽ പാചകവും ഊണും ഉറക്കം. ഉള്ളിലത്തെ നിലയിൽ നിലത്തായിരുന്ന ഭക്ഷണം. ശാമ്പത്തിൽ മാത്രം വെള്ളവിരിച്ച മേശ. മസൂസ. വാതിൽപ്പടിയിൽ മാത്രമല്ല ഇടനാഴിയിലും അലമാരയിലും കിടപ്പുമുറിയിലും മറ്റും മസൂസ ഉണ്ടായിരിക്കണമെന്ന് ജൂത ചിട്ട. ഹിബ്രു എന്ന അധ്യാപകരാണ് മിക്കവാറും മസൂസ തയ്യാറാക്കിയിരുന്നത്. കേൾക്കോ ഓക്കെ. കുഞ്ഞു വരണ്ടടാ, ഇത് ബുദ്ധിമുട്ടാണ്. സോറി. ഓക്കെ നമ്മൾ തിരിച്ച് ബോട്ടിൽ കയറാൻ പോകുന്ന അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനായിട്ട്. ഇത് പുത്തൻവേലിക്കര ചർച്ചാണ്. അവിടെ തന്നെ പുത്തൻവേലിക്കര കുറച്ചൊരു പാറ മാതിരി കാണാം. ഇതിൻ്റെ അപ്പുറത്തൊരു ശിവക്ഷേത്രമുണ്ട്. എന്നതാണ് മാളവനപ്പാറ. കാണുന്നത് ചെറിയൊരു ഐലൻഡാണ്, ആൾ താമസമില്ലാത്തതാണ്. മുമ്പൊരു വീടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് പാലിയം കൊട്ടാരത്തിലേക്കാണ്. അവിടേക്ക് ഒരു ചെറിയൊരു തോട് മാതിരി പോകുന്നുണ്ട്, കനാല് മാതിരി. മീനല്ലത്, കറുത്ത കൊക്കാണത്.
പോകുന്നത് പാലിയം കൊട്ടാരത്തിലേക്കാണ്. നന്ദന സിനിമ എത്തിച്ചിരിക്കുന്നത് അവിടെയാണ്, ഷൂട്ട് ചെയ്തതല്ല. ഇത് നരസിംഹമൂർത്തി ക്ഷേത്രം, പാലിയം കൊട്ടാരത്തിൻ്റെ അടുത്തുള്ളത്. ഇതാണ് പാലിയം റോഡ്. കാണുന്നു പാലിയം കോവിലകം. നമ്മൾ വന്നതാണ് പാലിയം കടവ്, കാണുന്നതാണ് പാലിയം കോവിലകം. ഈ കാണുന്നതാണ് പാലിയം കോവിലം. ഇതിൻ്റെ ബോർഡ്, സൈൻ ബോർഡ്. വിസിറ്റർ ടൈം 10 തൊട്ട് 5 മണി വരെ, മൺഡേ ഹോളിഡേ. മുസ്ലിം പൈതൃക പ്രൊജക്റ്റ്. കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിയായിരുന്നു പാലിയത്തച്ഛൻ്റെ പരമ്പരാഗത വസതിയാണ് പാലിയം കൊട്ടാരം. പോർച്ചുഗീസുകാരെ കിഴക്കാൻ സഹായിച്ചതിന് പാലിയത്തച്ഛനെ അഭിനയിച്ച് ഡച്ചുകാർ കൊട്ടാരം പുതുക്കി പണിയും പാലിയ കുടുംബത്തിന് സമ്മാനിക്കുകയും ചെയ്തു. ഇന്ത്യ ഡച്ച് വാസ്തുശില്പശൈലിയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. പാലിയം കുടുംബത്തിൻ്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് കേരള സർക്കാർ മുസ്ലിം പൈതൃക പദ്ധതിയുടെ കീഴിൽ പാലിയം കൊട്ടാരത്തെ ഒരു പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചു. പദ്ധതി സ്മാരകം പുനരുദ്ധരിക്കും പാലിയം മ്യൂസിയമാക്കി മാറ്റുകയും ചെയ്തു. ഈ മ്യൂസിയത്തിൻ്റെ കൊട്ടാരത്തെ ചരിത്രരേഖകൾ, കുടുംബത്തിൻ്റെ കത്തുകൾ, കൊട്ടാരത്തിൽ എന്നിവ വിവരിക്കുന്നു. ഇത് നന്ദനം ഫിലിം ഷൂട്ട് ചെയ്ത പാലസ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പുറം വരെ നമുക്ക് വീഡിയോ എടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഈ ഭാഗത്തു നിന്ന് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പെർമിഷൻ ഇല്ല. ഇത് പാലിയം കൊട്ടാരത്തിൻ്റെ മന്ത്രി പ്രധാനമന്ത്രിനെ പാലിയത്തച്ഛൻ എന്ന് പറയുന്നത് ആളവിടെ ഇരുന്നിട്ടാണ് പുറത്തുനിന്നുള്ള ആൾക്കാരുടെ കംപ്ലൈൻ്റ് എല്ലാം ഈ ഭാഗത്ത് നിന്ന് ആൾക്കാരെ കേട്ടിരുന്നത്.